ഹലോ, ഇതുപോലത്തെ രണ്ട് മാവില കയ്യിലെടുക്കാനുണ്ടോ? എന്നാൽ വരി നമുക്ക് ഒന്നിച്ചൊരു ഹാൻഡ് ബാഗ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ, വരി കണ്ടോളിട്ടാ. ആദ്യം ഒരു മാവിലെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ഒരു സൈഡൊന്ന് കൈവച്ച് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തെടുക്കുക. അത് ഫുള്ളായിട്ട് കീറിയെടുക്കുക. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു സിമ്പിൾ ക്രാഫ്റ്റാണിത്. ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ച് കാണുക, എന്നിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മൾ മാവിൻ്റെ ഇല ഒരു സൈഡ് പകുതി മുക്ക, അതായത് ഫുള്ളായിട്ട് തന്നെ കീറിയെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡൊന്ന് നമുക്ക് പകുതി ഭാഗം വരെ ഒന്ന് കീറിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ടാണ് അധികം ചെയ്തിട്ടുള്ളത്. പകുതി ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി കാണുന്ന ആ തണ്ട് എടുത്തിട്ട് ഇനിയുള്ള ആ ലീഫിലേക്ക് ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുക, മടക്കിയിട്ട്. ഇനി നമുക്ക് നേരത്തെ മുറിച്ചെടുത്ത ലീഫിൻ്റെ പകുതി എടുത്തിട്ട് ഒരറ്റത്ത് നിന്ന് വെച്ച് കൊടുത്തിട്ട് താഴേക്ക് മടക്കിയെടുക്കുക. അതുപോലെ അതന്നെ വീണ്ടും ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കുക. അങ്ങനെ അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് തന്നെ എടുക്കുക. ലാസ്റ്റ് ഇത് മൊത്തത്തിലൊന്ന് മടക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ ഉള്ള ആ ലീഫിൻ്റെ ഭാഗം അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗ് ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, അവർക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമല്ലേ. ചിലരൊക്കെ വിരുന്ന് പോയിട്ടുണ്ടാവും, ചിലർ വെറുതെ ഇരിക്കുന്നുണ്ടാവും, ചിലരൊക്കെ കളിക്കാൻ പോകുന്നുണ്ടാവും, അതേപോലെ TV ഒക്കെ കണ്ട് നേരം പോയിപ്പിക്കുന്നുണ്ടാവും. നമ്മുടെ മക്കൾക്കൊക്കെ ഇതേപോലത്തെ ക്രാഫ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവർക്കിത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആവും. ഇപ്പോഴത്തെ മക്കളെ ഇതിനൊന്നും കിട്ടൂല എന്നറിയാം. ഫോണിൽ കാർട്ടൂൺ കാണുക, ഗെയിം കളിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളായിട്ട് അവരുടെ ഭാവി കളയരുത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള ആക്റ്റീവായ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമ്മളും അവരുടെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സമയം കണ്ടെത്തണം. എന്നാൽ അവരെപ്പോഴും ആക്റ്റീവായിരിക്കുള്ളൂ, ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവരോടും ടാറ്റാ, ബൈ.